നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബട്ടർ ഫ്രൂട്ട് അഥവാ വെണ്ണപ്പഴത്തെയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ വെണ്ണ പോലുള്ള പഴമാണ് ഈ ബട്ടർ ഫ്രൂട്ട്. മധ്യൻ അമേരിക്കയാണ് ഇതിൻ്റെ ജന്മദേശം. ലൊറേസിയ കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡയോസ്പൈറസ് ബ്ലാങ്കോയി എന്നാണ്. വളരെ പച്ച നിറത്തിലുള്ള ഒരു ഫലമാണ് ഈ ബട്ടർ ഫ്രൂട്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. ഇതൊരു വൃക്ഷമായിട്ടാണ് വളരാറുള്ളത്. അതിന് തീരെ ഉറപ്പ് ഉണ്ടാവാറില്ല. വളരെ പരുപരുത്ത ഇതിൻ്റെ തടിക്ക് ചാരനിറമാണുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇലകൾ കടും പച്ച നിറത്തോട് കൂടിയിട്ടാണ് ഉള്ളത്. അത് കടപ്പാവട്ടയുടെ ഇലയോട് സാമ്യമാണുള്ളത്. അത് ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. ഇതിൻ്റെ പുഷ്പങ്ങൾക്ക് ഇളം പച്ച കലർന്ന വെള്ള നിറത്തോട് കൂടിയതാണ്. മാമ്പൂവിനോട് സാദൃശ്യം ഇതിൻ്റെ പൂക്കൾക്കുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫലം വളരെ കട്ടിയുള്ള പച്ച നിറത്തോട് കൂടിയിട്ടുള്ള മിനുസമാർന്ന തൊലിയാണ് ഇതിനുള്ളത്. അതിൻ്റെ ഉള്ളിലെ മാംസള ഭാഗത്തിന് ക്രീമോ പിങ്കോ നിറത്തോട് കൂടിയതാവും. ഈ പച്ച നിറത്തിലുള്ള ഈ തൊലിക്ക് ഒരു അഴകിയ ഒരു പാൽക്കട്ടയുടെ ഗന്ധമായിരിക്കും ഉണ്ടായിരിക്കുക. വെണ്ണപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാൻ വളരെ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാനും ഈ ബട്ടർ ഫ്രൂട്ടിന് കഴിവുണ്ട്. ബട്ടർ ഫ്രൂട്ട് തൊലിയുടെ ആർദ്രത കൂട്ടുവാനും അതുപോലെ തന്നെ സ്നിഗ്ധത നിലനിർത്തുവാനും ഉപയോഗിച്ചു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രകൃതിദത്ത മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കും. ബട്ടർ ഫ്രൂട്ടിൽ ഫോളിക് ആസിഡ് ധാരാളമായി അടങ്ങിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജ്യൂസ് ഗർഭിണികൾക്ക് വളരെ ഹിതമാണ്. ഇതിൻ്റെ ഫലമാണ് ഔഷധയോഗ്യമായ ഭാഗം. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് കൂടുതലായി നമ്മുടെ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ബട്ടർ ഫ്രൂട്ട് അതായത് ഈ വെണ്ണപ്പഴം വെണ്ണ പോലെ തന്നെ വളരെ എന്താ പറയുക ഡെലിഗേറ്റാണ്. അതിൻ്റെ ഗുണമുണ്ട്, വെണ്ണയുടെ ഗുണമുണ്ടെന്ന് പറയാം. അതായത് വെണ്ണയിലുള്ള ഈ ഫാറ്റുകൾ ശരീരത്തിലേക്ക് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതും അസിമിലേറ്റ് ചെയ്യുന്നതാണ്. അതായത് വേഗം വലിച്ചെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ബട്ടർ ഫ്രൂട്ടിലെ ഈ കൊഴുപ്പുകൾ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, തൊലിയിൽ കൂടെ പോലെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഈ ഡ്രൈ സ്കിന്നുള്ള കുട്ടികളെ ഈ ബട്ടർ ഫ്രൂട്ട് ദിവസേന തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്ന് വളരെ പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ ഈ മുഖത്തുണ്ടാകുന്ന ഡ്രൈനെസ്, മുഖത്ത് ചില പാടുകളൊക്കെ ആയിട്ട് വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്ക് ദിവസേന ഈ മുഖത്ത് ഈ ബട്ടർ ഫ്രൂട്ട് ദിവസേന തേച്ച് കഴിഞ്ഞാൽ അത് സൺസ്ക്രീനായിട്ട് വർക്ക് ചെയ്യും. മുഖം നല്ല ഭംഗിയായിട്ടിരിക്കും. വേറെ ഒരു കോസ്മെറ്റിക്സും അവർ ഉപയോഗിക്കില്ല. ഇത് തന്നെ ഈ കുട്ടികൾക്ക് ഈ തടിയില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇത് കുറേശ്ശെ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ലോണം തടിക്കും.